മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ 14ാം വാർഷികവും തിരുവോണ സംഗമവും ചെറായി SS അറിയ UP സ്കൂൾ ഹാളിൽ വെച്ച് നടന്നു. സെക്രട്ടറി KV വിജയകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് കാച്ചപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ബാലസാഹിത്യകാരൻ CP പള്ളിപ്പുറം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വത്സ വിജയകുമാർ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. തുടർന്ന് വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടന്നു. പ്രശസ്ത സാഹിത്യകാരൻ ജോസഫ് പനക്കൽ, DCC സെക്രട്ടറി MJ ടോമി, വാർഡ് മെമ്പർമാരായ ഷീല ഗോപി, നിഷ അനിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്ക് ഓണസദ്യയും തുടർന്ന് ശ്രീഭദ്ര കലാക്ഷേത്രത്തിന്റെ ഓണക്കളിയും നിരവധി കലാപരിപാടികളും ഉണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ 14ാമത് കൂട്ടായ്മയുടെ ഓണാശംസകൾ ഞാൻ ചെയ്യുകയാണ്. ഓണം എന്ന് പറയുന്നത് നമ്മളെല്ലാം സംബന്ധിച്ച് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു സുഹാർദ്ദത്വം തുളുമ്പുന്ന ഓർമ്മകളാണ് നമുക്കുള്ളത്. എല്ലാവർക്കും സമൃദ്ധിയുടെ എല്ലാവർക്കും ഒരു ഉണർവ് കിട്ടുന്ന ഒരു സമയമാണ്. ആ ഒരു കാലഘട്ടം മാറി കർക്കിടകം മാറി ചിങ്ങം വെളുക്കുന്ന ആ അവസരത്തിൽ നമുക്ക് കിട്ടുന്ന സമൃദ്ധിയുടെ ലക്ഷണമായിട്ടാണ് നമ്മൾ ഓണത്തെ നമ്മൾ കണ്ടത്. അപ്പോൾ ആ ഓണത്തിൻ്റെ എല്ലാ ആളുകൾക്കും, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ എല്ലാവർക്കും സമൃദ്ധിയും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്ന് പള്ളിപ്പുറം പഞ്ചായത്തിൽ വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു റെസിഡൻസ് അസോസിയേഷനാണ് നമ്മുടെ എന്ന് നമ്മൾ പറയുന്നതല്ല, മറ്റുള്ള എല്ലാവരുടെയും വിലയിരുത്തൽ അനുസരിച്ച് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടേത് എന്നാണ് പൊതുവെ അപ്പക്സ് കൗൺസിലിന്റെ വിലയിരുത്തൽ. അതിന് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത് നമ്മുടെ സ്ത്രീജനങ്ങളോടാണ്. ഇത് തുടങ്ങിയ കാലം മുതൽ ഇന്നും ഇത് നിലനിർത്തിക്കൊണ്ടു പോകുന്നത് നമ്മുടെ സ്ത്രീജനങ്ങളാണ്. അവരെ നമ്മൾ അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം ആദരിക്കുകയൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇത്തവണയിൽ ആദരിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ നമ്മളത് ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം മാറ്റി നിർത്തിയതാണ്. എല്ലാ ആളുകൾക്കും എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ മറ്റേ കാര്യങ്ങളിലേക്ക് കൂടുതൽ പറയുന്നത് വരെ ഈ ഒരു സംസാരം ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവർക്കും ഈ ഓണക്കാലത്ത് നല്ലത് വരട്ടെ, നമ്മുടെ കുടുംബത്തിന് നല്ലത് വരട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയായ ഞങ്ങളുടെ വന്യ സുഹൃത്ത് അഡ്വക്കേറ്റ് തോമസ് കാച്ചപ്പള്ളി ഇവിടെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ എത്തിയിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയങ്കരായ സുഹൃത്തുക്കൾ ജോസഫ് പനക്കൽ, MJ ടോമി, അതുപോലെ സ്വാഗതം ആശംസിച്ച പ്രിയങ്കരനായ വിജയൻ, വത്സ, ശ്രീധർ, മറ്റിവിടെ സന്നിഹിതരായിട്ടുള്ള ഗുരുജനങ്ങളെ, സുഹൃത്തുക്കൾ, 14 സംവത്സരങ്ങളായി നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന മൈത്രി റെസിഡൻസ് അസോസിയേഷൻ അതിൻ്റെ 14ാമത് വാർഷികവും ഓണാഘോഷ സംഗമവും ഒരുമിച്ച് നടത്തുകയാണ്.
വലിയ സന്തോഷമുള്ള കാര്യമാണ്. ആളുകൾ ഇത്തിരി കുറവാണെങ്കിലും ഇലയുടെ എണ്ണം നോക്കുമ്പോൾ ആ സമയമാകുമ്പോഴേക്കും അട്ടിയിട്ട് വെച്ചിരിക്കുന്ന ഇല ഞാൻ ഏകദേശം മനസ്സിൽ കടന്നു കൂട്ടിയപ്പോൾ ധാരാളം പേര് ഇനിയും വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നമ്മൾക്ക് ഈ അസോസിയേഷൻ്റെ മൈത്രി റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു ഏരിയ തന്നെ നിങ്ങൾക്ക് അത്രയും പരിചയമുണ്ടായില്ല. ഒരു പക്ഷേ പഴയകാലം മുതൽ ഞങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന വലിയ മയിൽപ്പീൽ തിളക്കമുള്ള ഒരിടമാണ്. ഡിസ്പെൻസറിയുടെ കിഴക്ക് ഭാഗം മുതൽ പറമ്പാടി ലൈനൊക്കെ അങ്ങോട്ട് കടന്ന് പണിക്കർ സാറ്, പഴയ പണിക്കർ സാറിൻ്റെ ഒക്കെ ഗവൺമെന്റ് LPSൽ അധ്യാപകനായിരുന്ന ഹെഡ് മാസ്റ്ററായിരുന്ന പണിക്കർ സാറിന്റെ വീട് വരെയൊക്കെ എത്തുന്ന ഒരു ഏരിയയാണ്. അപ്പൊ അതിനിടയിൽ എത്ര കലാകാരന്മാരാണുള്ളതെന്നറിയാമോ? ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾക്കറിയാം അവരെല്ലാം നല്ല നല്ല കലാകാരന്മാർ. ഈ വത്സ ശ്രീധരൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് വിലയില്ല. നല്ല മികച്ച സംഗീത അധ്യാപികയായിരുന്നു എന്ന കാര്യം നമ്മൾ മറക്കരുത്. അതുപോലെ ഇവിടുത്തെ വേദികളിലെല്ലാം തിളങ്ങി നിന്ന ഒരു താരമാണ് വത്സ ടീച്ചറൊക്കെ. കാരണം അതേപോലെ പാടാനും ഒക്കെ ഉള്ള അനിയത്തി ജയശ്രീ അവരൊക്കെ നന്നായിട്ട് പാടിയിരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കലാകാരന്മാരെല്ലാം ഉണ്ടായിരുന്ന ഒരിടം. ഞാൻ എല്ലാവരുടെയും പേര് പറയല്ല, എന്റെ മനസ്സിൽ വന്നാൽ അവിടെ ഒരു കൂട്ടുകാരിരിക്കുന്നുണ്ട്, MR വാസുദേവൻ. നിങ്ങൾക്ക് വാസുദേവനെ ഷിപ്പ് യാർഡിലെ ഉദ്യോഗസ്ഥനായിട്ട് മാത്രമേ അറിഞ്ഞുകൂടൂ. എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയാം. പഠിക്കാൻ വന്നത് മുതൽ രാമൻ വൈദ്യന്റെ മകനാണ്. രാമൻ വൈദ്യൻ താമസിച്ചിരുന്നത് വളവിലെ കള്ളുഷാപ്പിന്റെ തൊട്ടടുത്ത കിഴക്ക് ഭാഗത്തുള്ള വീട്ടിലായിരുന്നു. വലിയ വീടും അവിടെ ഡിസ്പെൻസറി ഒക്കെ ഉണ്ടായിരുന്നു, മരുന്ന് ശാല. ഡിസ്പെൻസറി ഒന്നും പറയില്ല, മരുന്ന് ശാല. എൻ്റെ അമ്മയ്ക്ക് കഴുത്തിൽ ഒരു ചെറിയ മുഴ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചയിൽ ഒരു ദിവസം അവിടെ നിന്ന് മരുന്ന് വാങ്ങാൻ വന്നിരുന്നത് ആ രാമൻ വൈദ്യരുടെ അടുക്കലാണ്. അതുകൊണ്ട് രാമൻ വൈദ്യരെ എൻ്റെ മനസ്സിലിങ്ങനെ തിളങ്ങി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അന്ന് കണ്ടിട്ടുള്ള കൊച്ചുകുട്ടിയായിരുന്നു വാസുദേവൻ. ആ വാസുദേവൻ വളർന്നങ്ങനെ വലിയ വാസുദേവൻ സാറായി. നമ്മുടെ ഷിപ്പ് യാർഡിലൊക്കെ വലിയ ഉന്നതനായ ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ അദ്ദേഹം നന്നായിട്ട് എഴുതിയിരുന്ന ആളാണ്. ശരിക്ക് എന്നെ പോലെയോ പനക്കലിനെ പോലെയോ ഒക്കെ ഇവിടെ തിളങ്ങി നിൽക്കാൻ കഴിവുള്ള നല്ല ഒന്നാന്തരം ചെറുകഥകൾ എഴുതി വന്ന ആളാണ്. ഞങ്ങളുടെ കയ്യെഴുത്ത് മാസികകളിലൊക്കെ MR വാസുദേവന്റെ കഥ പ്രാധാന്യത്തോടുകൂടി ആ കാലത്ത് കൊടുത്തിരുന്നതെല്ലാം ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള നിരവധി പേര്. അതുപോലെ പരിപാടിയിൽ P. മാധവൻ നായർ ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കേണ്ട, മറക്കാൻ കഴിയാത്ത പേരുകളാണ്. P. മാധവൻ നായർ പള്ളിപ്പുറം സെന്റ് മേരീസ് സ്കൂളിലെ അധ്യാപകനായിരുന്നു. കുറച്ചുനാൾ ഹെഡ് മാസ്റ്ററുമായിരുന്നു P. മാധവൻ നായർ. ആ മുഖമൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. പഞ്ചായത്ത് മെമ്പറായിരുന്നു. 1-ാം വാർഡ് പള്ളിപ്പുറം പഞ്ചായത്തല്ല, അന്ന് പറയുന്നത് പള്ളിപ്പുറം കുഴിപ്പുള്ളി പള്ളിപ്പുറം കുഴിപ്പുള്ളി പഞ്ചായത്ത് ഒന്നിച്ചാണ് പറയുന്നത്. കുഴിപ്പുള്ളി പഞ്ചായത്ത് വേറെയില്ല. പള്ളിപ്പുറം കുഴിപ്പുള്ളി പഞ്ചായത്തിൽ 1-ാം വാർഡ് അവിടെ നിന്നാണ് തുടങ്ങിയിരുന്നത്. ആ 1-ാം വാർഡിൽ അന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മത്സരത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ഇരട്ടക്കാളകളുടെ പെട്ടിയിൽ വിജയിച്ച ആൾ P. മാധവൻ നായരായിരുന്നു. അന്ന് തോറ്റ ആളെയും ഞാൻ ഓർക്കുന്നു. ആൻഡ്രൂസ് ഇനീഷ്യലി എനിക്ക് ഓർമ്മയില്ല. PJ ആൻഡ്രൂസ് മരിച്ചുപോയി. ആ PJ ആൻഡ്രൂസ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും, മാധവൻ സാർ തോക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പെട്ടി പൊട്ടിച്ചപ്പോ, അന്ന് പെട്ടി പൊട്ടിക്കുന്ന ഏർപ്പാടാണ്, പെട്ടി പൊട്ടിച്ചപ്പോ മാധവൻ സാറ് വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു. അങ്ങനെ അന്ന് ഇടതുപക്ഷത്തിന് തന്നെ ആയിരുന്നു അന്നും സീറ്റുകൾ കൂടുതൽ കിട്ടിയത്. അതുകൊണ്ട് പ്രസിഡന്റ് ആയതൊക്കെ വേറെ ആളുകളാണ്. എങ്കിലും മാധവൻ നായരൊക്കെ നല്ല ജ്വലിക്കുന്ന കഥാപാത്രമായിരുന്നു അന്ന്. അതുപോലെ കമലാക്ഷി ടീച്ചർ നമ്മുടെ ഈ വിദ്യാലയത്തിൽ നിറസാന്നിധ്യമായി ഉണ്ടായിരുന്ന, ഒരു കുറവും കൂടാതെ തിളങ്ങി നിന്നിരുന്ന ഒരു സരസ്വതി ദേവിയെ പോലൊക്കെ ഈ വിദ്യാലയത്തെ കാത്തുരക്ഷിച്ച ആളായിരുന്നു നമ്മുടെ കമലാക്ഷി ടീച്ചർ. ഇങ്ങനെ എത്ര പേര് എടുത്തു പറയാൻ കഴിയും, ഞാൻ അതിലേക്ക് പോകുന്നില്ല.
അപ്പൊ അവരെല്ലാം ഉൾക്കൊള്ളുന്ന നിരവധി ഗുരുക്കന്മാരും നിരവധി കലാകാരന്മാരും നിരവധി നാടക പ്രവർത്തകരും ഒക്കെ ചേരുന്ന ഒരു നല്ല ഇടമാണ് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ. ഞാൻ ആദ്യം വിചാരിച്ചത് പറമ്പാടി ലൈൻ റെസിഡൻസ് അസോസിയേഷൻ എന്നാണ് പേരെന്നിങ്ങനെ ചിന്തിച്ചിരുന്നു. പിന്നീട് നോട്ടീസ് കിട്ടിയപ്പോഴാണ് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ. അതിൻ്റെ ഒരു ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം പനക്കലിൻ്റെ സഹോദരൻ പോളിൻ്റെ വീട്. അതുമായിട്ട് അത് പനക്കലിൻ്റെ കുടുംബത്തിൻ്റെ സ്വന്തം വീട് പോലെ തന്നെ നമ്മളുടെ സ്വന്തം വീട് പോലെ തന്നെയാണ് ഉപയോഗിച്ച് നമ്മൾ അതിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിരുന്നത്. ഇതിനു മുമ്പ് അവിടെ വെച്ച് നടത്തിയിരുന്ന പരിപാടികളിൽ ഞാൻ ഓർക്കുന്നു. ഞാൻ അവിടെ 1-2 തവണ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നിറഞ്ഞു നിൽക്കും ആളുകളെ, നിറഞ്ഞ് ആ വേലിക്കെട്ടിനകത്ത് നിറഞ്ഞ്. എനിക്ക് തോന്നുന്നു അവിടെ ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതലായിട്ട് വീട്ടമ്മമാരൊക്കെ നേരത്തെ തന്നെ എത്തിച്ചേർന്നാൽ ഒരു ഇത്തിരി ദൂരം വന്നതിന്റെ ഒരു കുഴപ്പം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഉണ്ണിയുടെ ഭാര്യ ഇരുന്ന് ചിരിക്കുന്നു, എന്ത് നല്ല കലാകാരനായിട്ട് എന്റെ ഭർത്താവിന്റെ പേര് പറഞ്ഞില്ല എന്ന് ചിന്തിച്ചായിരിക്കാം. ഉണ്ണിയും നല്ല അനശ്വരമായ കൊത്തുപണികളിലൂടെ നമ്മെ അമ്പരിപ്പിക്കുന്ന ഒന്നാന്തര കലാകാരനാണ്. അപ്പൊ അങ്ങനെ അവരെല്ലാം ചേർന്ന് വരുന്ന ഈ റെസിഡൻസ് അസോസിയേഷൻ ഇവിടെ പറഞ്ഞല്ലോ നന്നായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. കുഴപ്പമില്ല എങ്കിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മയൊക്കെ വരുമ്പോൾ ആദ്യമേ എത്തിച്ചേരുന്നില്ല, പിന്നാലെ എത്തിച്ചേരുമെന്ന് മാത്രം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. നമ്മുടെ സുനിൽ CR ഒക്കെ ചേർന്ന് വലിയ രീതിയിലാണ് അവിടെയൊക്കെ നിറഞ്ഞ ആളുകളെ നിറഞ്ഞ് തുളുമ്പിയാണ് ഇരിക്കുന്നത്. സദ്യ കഴിക്കാൻ മാത്രമല്ല, ഞങ്ങൾ വൈകുന്നേരം വരുമ്പോഴും അവിടെ നിറയെ ആളുകളുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് കുറച്ച് ആളുകൾ ഇങ്ങനെയുള്ള യോഗങ്ങളൊക്കെ കൂടുമ്പോൾ സമ്മേളനങ്ങളൊക്കെ കൂടുമ്പോൾ ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം ഇപ്പൊ ഞങ്ങളൊക്കെ നമ്മുടെ നാട്ടുകാരായതുകൊണ്ട് അത്ര വില ഉണ്ടായില്ല. എങ്കിലും അവിടെ വരുന്ന ആളുടെ 2 വാക്ക് എന്താണ് അയാൾ പറയുന്നത് വേണമെങ്കിൽ വിമർശിക്കാം. അപ്പോൾ 2 വാക്കൊക്കെ കേൾക്കാൻ വേണ്ടി വരുന്നത് നല്ലത് തന്നെയാണ്. അപ്പോഴോ നമുക്ക് ഈ വരുന്ന ആളുകൾക്കും ഒരു സന്തോഷം തോന്നണ്ടേ. അവർ നല്ലതാണ്, ഇത്ര ആളുകളൊക്കെ ഞങ്ങളുടെ പ്രസംഗം കേൾക്കാൻ വന്നിരുന്നു എന്നൊക്കെ ഒരു തോന്നലുണ്ടാകണ്ടേ. ഏതായാലും ഇനിയും ആളുകൾ വരും എന്ന് തന്നെ പ്രത്യാശയോടുകൂടി ഈ ഓണ സംഗമം, മനോഹരമായ ഓണസംഗമം. ഇപ്പോൾ ഓണസംഗമം എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ വിലയൊന്നുമില്ല പഴയതുപോലെ. ആഘോഷമുണ്ട്, നല്ല തകർപ്പൻ ആഘോഷം തന്നെയാണ് നടക്കുന്നത്. മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഒക്കെ ഉരുൾപൊട്ടി നിരവധി കുടുംബങ്ങളില്ലാതായി, നിരവധി ആളുകൾ മരിച്ചോ ഒക്കെ ആണെങ്കിലും സർക്കാരിന്റെ ഓണാഘോഷം മാറ്റിവെച്ചെങ്കിലും നമ്മളൊരു കുറവും കാണിച്ചിട്ടില്ല. അതെല്ലാം മുറ പോലെ തന്നെ എല്ലായിടത്തും നടന്നു. നെറ്റിപ്പട്ടം പൊട്ടിട്ടു, കൂടെ ഞാനും പൂവിട്ടു, പൂവേ പൊലി പൊലി പൂവേ, പൂവേ പൂപ്പൊലി പൂവേ. ഇത് പൂന്നുള്ളാൻ പോയിരുന്ന കുട്ടികൾ അന്ന് പൂന്നുള്ളാൻ പോയിട്ട് പാടവരമ്പത്തും തോടിറയത്തും കുന്നിൻ മുകളിലും പോയി കുട്ടികൾ പൂന്നുള്ളിക്കൊണ്ടുവരിക. അല്ലാതെ പൂക്കടയിലേക്ക് ആരും പോയില്ല. പൂക്കട ഉണ്ടായിരുന്നില്ല, പൂക്കട അന്വേഷിക്കുന്ന കുട്ടികളും ഉണ്ടായിരുന്നില്ല. കാലത്ത് എഴുന്നേറ്റാൽ ആ വിളി കേട്ട് അന്തോണിയുടെ കുട്ടിയും രാഘവന്റെ കുട്ടിയും ദാമോദരന്റെ കുട്ടിയും മജീദിന്റെ കുട്ടിയും എല്ലാം മൈത്രിയോടുകൂടി, ജാതിമത ചിന്തയില്ലാതെ ഒരു മൈത്രി മനോഭാവത്തോടുകൂടി ഒരുമിച്ച് കൂടും, കൈകോർത്ത് പിടിക്കും. കൈത്തണ്ടയിൽ ഒരു പൂക്കൂടയുണ്ടാവും, പൂന്നുള്ളിയിടാനുള്ള. അത് കൂടെ കാശിന് വാങ്ങുന്ന കൂടെ അല്ല, ഇല കൊണ്ട് തന്നെ, ഇലയും ഈർക്കലും കൊണ്ട് കുത്തിയ ഒരു പൂക്കൂട ഇങ്ങനെ വാഴനാര് കൊണ്ട് കെട്ടി തൂക്കിയിട്ടിട്ടുണ്ടാവും. അതിലേക്കാണ് ഈ പൂ, തുപ്പപ്പൂവും കാക്കപ്പൂവും കണ്ണാന്തളി പൂവും തെറ്റിച്ചിപ്പൂവും ഒക്കെ പറിച്ചിടുന്നത് അതിലേക്കാണ്. അത് കൊണ്ടുവന്നിട്ടാണ് മനോഹരമായ ചാണകം മെഴുകിയ മുറ്റത്ത് പൂക്കളങ്ങൾ തീർത്തിരുന്നത്. അങ്ങനെയുള്ള കാലത്ത് പാടിയിരുന്ന പാട്ടാണ്. കട്ട കെട്ട കയറിട്ടു, കയറാലഞ്ച മടക്കിട്ടു, നെറ്റിപ്പട്ടം പൊട്ടിട്ടു, കൂടെ ഞാനും പൂവിട്ടു, പൂവേ പൊലി പൊലി പൂവേ, പൂവേ പൂപ്പൊലി പൂവേ. 1000-ലധികം പൂപ്പാട്ടുകൾ മലയാളത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഊഞ്ഞാൽ പാട്ടുകൾ. ഊഞ്ഞാലോ, കുട്ടികൾ ഊഞ്ഞാലിരുന്ന് ആടും. ഉച്ച കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആടാൻ പാടില്ല. മുത്തശ്ശൻ, മുത്തശ്ശി, അമ്മ, അച്ഛൻ ഇവരൊക്കെ ഇരുന്ന് കുട്ടികൾ ആട്ടിക്കൊടുക്കും. അന്നേരം പാടിയിരുന്ന ഒരു പാട്ടാണ് പൊന്നൂഞ്ഞാൽ പാട്ട്. ഊഞ്ഞാലോ ചക്കിയമ്മ
ചക്കിയമ്മ മുട്ടയിട്ട് മുട്ട തൊണ്ട് തോട്ടിലിട്ട് തോട് വെട്ടി കൈത നട്ട് കൈത ഒരു പൂ തന്നെ പൂ കൊണ്ട് പന്തലിട്ട് പന്തലിന്മേൽ കുന്മുളച്ച് തൂണെടുത്ത് തൂണുമിട്ട് തൂണൊടിഞ്ഞ് ആനകത്ത് അയ്യന്റെ പോ ആനകത്ത് കരയാതൻ കുഞ്ഞിമാളു ആന വെറും കുഴിയാന കരയാതൻ കുഞ്ഞിമാളു ആന വെറും കുഴിയാന കുഞ്ഞാലോ ചക്കിയമ്മ മുട്ടയിട്ട്. ഇത് ഞങ്ങൾ ആരുണ്ടാക്കിയ പാട്ടല്ല, ജി ശങ്കരക്കുറുപ്പ് എഴുതിയ പാട്ടല്ല, കുഞ്ചൻ നമ്പ്യാർ എഴുതിയ പാട്ടല്ല. അതിനൊക്കെ മുമ്പ് നമ്മുടെ നാടൻ അമ്മമ്മമാർ മുത്തശ്ശിമാർ ഉണ്ടാക്കിയ സുന്ദരമായ ഗാനങ്ങളാണ്, നിരവധിയുണ്ട്. അപ്പൊ അതെല്ലാം നമ്മുടെ ഓർമ്മയിലൊക്കെ വരണം. ഇതൊക്കെ കേൾക്കാനും ആസ്വദിക്കാനുമുള്ള ഒരു മനസ്സ് നമുക്ക് നഷ്ടപ്പെടുത്തരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ 14ാമത് വാർഷികം ആഘോഷിക്കുന്ന മൈത്രി റെസിഡൻസ് അസോസിയേഷൻ അവർ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഓണാഘോഷ പരിപാടിക്കെല്ലാം ധന്യമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ഞാൻ അറിയിക്കുന്നു. തിരുവോണപ്പുലരി വന്നു തൃക്കാക്കര നട തുറന്നു കുരവയിട്ടു പാടി വരൂ കുരുവികളെ, കുരവയിട്ടു പാടി വരൂ കുരുവികളെ. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. തുമ്പി തുമ്പി തുള്ളാൻ വായോ ചെമ്പകപ്പൂക്കൾ നുള്ളാൻ വായോ മുറ്റത്തെ തത്തമ്മ പെണ്ണിൻ കൊഞ്ചൽ കേൾക്കാം. തുമ്പി തുമ്പി തുള്ളാൻ വായോ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. എനിക്ക് നല്ല പള്ളിപ്പുറം പഞ്ചായത്തിന് നല്ല കർഷകനായിട്ടുള്ള അവാർഡ് എനിക്ക് കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. എങ്കിലും എൻ്റെ ജന്മനാട് ആയ എൻ്റെ റെസിഡൻസ് അസോസിയേഷനും എനിക്ക് തന്ന അവാർഡ് ഞാൻ സംതൃപ്തനാണ്. പലതരം കൃഷികൾ ഞാൻ ചെയ്യുന്നുണ്ട്, എങ്കിലും എന്നെ ഒന്ന് ഇങ്ങനെ ആദരിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. പോലെ